നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ്. വാഴക്കൂമ്പ് തോരൻ നമുക്ക് പയറൊന്നും ഇടാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വാഴക്കൂമ്പ് എല്ലാവരും കഴിക്കുന്നത് ശരീരത്തിനൊക്കെ ഒരുപാട് നല്ല സാധനമാണ്. ഫൈബറൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണത്. അപ്പോൾ ഇതൊക്കെ ഭക്ഷണത്തിന്റെ കൂടെ കൂട്ടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കൊരു വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വാഴക്കുടപ്പനാണ്. ഒരു വാഴക്കുടപ്പൻ, വാഴക്കൂമ്പ് എന്നൊക്കെ പറയും. ഒരു വാഴക്കൂമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് നല്ലതുപോലെ കൊത്തിയരിയുക, ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിയുക. അപ്പൊ അതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ തേക്കണം, അതല്ലെങ്കിൽ കറ പിടിക്കും. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ വെളിച്ചെണ്ണ തേക്കുക. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇത് കൊത്തിയരിഞ്ഞിട്ടതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ വിരൽ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ, മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഞാരുകൾ നമുക്ക് സെപ്പറേറ്റ് കിട്ടും. അപ്പോൾ ആ ഞാര് നിങ്ങൾ സെപ്പറേറ്റ് മാറ്റി കളയും. കൈ കൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാര് സെപ്പറേറ്റ് നമുക്ക് ഇത് മാറ്റാൻ പറ്റും. ഓക്കെ, അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാര് മാറ്റി വെച്ചിട്ടുള്ളതാണിത്. ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നല്ലതുപോലെ ഞാര് നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂമ്പ് തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇനി കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് തേങ്ങ ചെറിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചിരണ്ടിയിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, 3 പീസ് മതി. അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക്, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് എടുക്കുക. ഞാനിതൊരു 3 മുളക് എടുത്തിട്ടുണ്ട്. ഒരു 4 ചെറിയ ഉള്ളി നന്നാക്കിയത് അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇതോടൊപ്പം ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഇതിനെ ഒഴിക്കേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 വറ്റൽമുളക് പൊളിച്ചിട്ട് കൊടുക്കുക. അതോടൊപ്പം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവോള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാടൊന്നും വഴറ്റേണ്ട കാര്യമില്ല. ഒരു 2-3 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചെടുത്ത തേങ്ങ, എല്ലാം ഇട്ട് അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഒന്നും വഴറ്റേണ്ട കാര്യമില്ല. ഒരു 30 സെക്കൻഡ്, അതിൽ കൂടുതൽ വഴറ്റണ്ട. 30 സെക്കൻഡ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വാഴക്കുടപ്പൻ, അത് നല്ലതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാഴക്കുടപ്പൻ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ഇതിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ച് വേവിക്കണം. അധികം നേരം വേണ്ട, ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. അപ്പോൾ അത് നല്ലപോലെ ഉപ്പ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ലപോലെ ഒന്ന് ഒതുക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം. ഒരു 4 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പൊ നമ്മുടെ കൂമ്പ് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനം. അത് ആഴ്ചയിൽ ഒരിക്കൽ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഇത് ഫൈബറും അതുപോലെ തന്നെ വിറ്റാമിനൊക്കെ അടങ്ങിയിട്ടുള്ള സാധനമാണ്. നല്ല അത്യാവശ്യം ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള സാധനം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സാധനം. എന്നാലും നമുക്ക് കൂടുതലും ഇതുപോലെ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.